ഹായ്, ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ഐമയിരിൻ്റെ അമ്മയുടെ കുറച്ച് കാര്യങ്ങളാണ്. ആ അമ്മയെ സംബന്ധിക്കുന്നതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ആ അമ്മയെ ഞാൻ ഈ പേരെടുത്ത് പറയുന്നില്ല. കൂത്ത നിർജീവൻ, അവരുടെ പേരും സാമ്യം അങ്ങനെ എനിക്ക് തോന്നുന്നത്. ഈ കൂത്ത നിർജീവൻ എന്ന പേര് നൽകി ഞാൻ ഈ തള്ളയെ കുറേ പറയുന്നുണ്ട്. അത് പറയുന്നതിനകത്ത് എന്തെങ്കിലും തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിനകത്തുനിന്ന് ദൈവം നമ്മളെ ശിക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ ആ ശിക്ഷ ഏറ്റുവാങ്ങാൻ നമ്മൾ തയ്യാറാണ്. കാരണം ഇതുപോലെ അപരാധിച്ച് നടക്കുന്ന ഒരു തള്ളയെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ കുറ്റം? ഒരു കുറ്റവും വരത്തില്ല. കാരണം ഇവരുടെ മോള് ജനിച്ച് വളർന്നപ്പം തൊട്ട് ഈ അമ്മയുടെ അപരാധിത്തരം കണ്ട് വളർന്നാണ് ആ മോള് വളർന്നു വന്നേക്കുന്നത്. അവൾക്കൊരാങ്ങളയുണ്ട്. ഈ ആങ്ങളെയും ഈ മോളും വളർന്നു വന്നേക്കുന്ന ഈ അമ്മയുടെ നിർജീവമായ ഒരു കെട്ടിയവനുണ്ടായ ആ നിർജീവമായ മനുഷ്യൻ്റെ നെഞ്ചത്ത് ചവിട്ടി ഈ കൂത്തേന്ന് പറഞ്ഞ സ്ത്രീയെ അപരാധിക്കുന്ന അപരാധം ചില്ലറയായിരുന്നില്ല. അത് കണ്ട് വളർന്നു വന്ന ആ മോളും തേണ്ട വന്നിരുന്ന് അപരാധിക്കുന്നു. അന്ന് അമ്മ അപരാധിച്ചത് നാട്ടിലുള്ള ആണുങ്ങളെയെല്ലാം പിടിച്ച്, കുടുംബസ്ഥരായിട്ട് ജീവിക്കുന്ന ആണുങ്ങളെയെല്ലാം പിടിച്ച് വെച്ച് അപരാധിച്ചാണ് ഈ കൂത്ത നിർജീവൻ ജീവിച്ചത്. അതിലേതോ കലി പൂണ്ടിട്ടാണ് ഈ കൂട്ടത്തിലുള്ള ഈ നിർജീവനുള്ള പട്ടിയെ കൊണ്ടുപോയി തല തിരിച്ച് ഈ മോളുണ്ടായത്. മനസ്സിലായോ? ഈ വന്ന ആൾക്കാരെല്ലാം കൂടെ വന്ന് കയറി ഇറങ്ങി പോയ പുഴയിൽ അയാൾ കലിപ്പിന് പട്ടിയെ മൂപ്പിച്ച് പട്ടിയെ കയറ്റി കൊടുത്തു. അത് തല തിരിഞ്ഞ് പോയ ആ പട്ടിയുടെ സ്രവവും നാട്ടുകാരുടെ പോയ ഏതോ ഒരു തെറ്റ സ്രവവും കൂടെ ചേർന്നാണ് ഈ തല തിരിഞ്ഞ് ഈ ഐമൈരെന്നുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായി? ഈ തല തിരിഞ്ഞെന്ന് പറയുമ്പോൾ ഈ പട്ടി റോഡിലൊക്കെ നിന്നിട്ട് പട്ടി ആൺപട്ടിയും പെൺപട്ടിയും കൊണ്ട് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? തല തിരിഞ്ഞ് പട്ടി പെൺപട്ടിയും വലിച്ചുകൊണ്ട് ഓടത്തില്ലേ? അങ്ങനെ ആ പെൺപട്ടിയും വലിച്ചുകൊണ്ട് ഓടുന്ന പോലെ ഏതോ ഒരു പട്ടി ഐമയിരിൻ്റെ അമ്മയും കൊണ്ട് ആ മുറി മൊത്തം ഓടി. ആ മുറി മൊത്തം ആ പട്ടി കഴിഞ്ഞപ്പോഴാണ് ഈ അമ്മയുടെ ഈ തോള ഇന്നലെ ജയ്മൈരം കൊണ്ടുപോയി കൈ വിട്ട് ആ കൈ ഇട്ടപ്പോൾ അയാൾ പറയുന്നത് കേട്ടില്ലേ, അത് കിണറായിരുന്നെന്ന്. എടാ പട്ടി ഏറിയ പൂറ്റി പിന്നെ എന്താടാ കിണറല്ലാതാകുന്നത്? നീയല്ലേ പറയുന്നത്? ആരുടെയോ പൂറ്റി കൈ ഇട്ടത്? ഐമയിരിൻ്റെ അമ്മയുടെ പൂറ്റിലാണ് നീ കൈ ഇട്ടത്. അത് ഈ നായ വലിച്ച ആ മുറി മൊത്തം കൊണ്ടു നടന്ന് ഓടി 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 അതങ്ങ് വലുതായി പോയതാണ്. നീ അത് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യ്. നീ അതേ ഫ്രഷ് അതവിടെ നിന്ന് ഇതാകുമ്പോൾ ഐമയിരവിടെ ജോൺസ് പായുമായിട്ട് കസേര കളിച്ച് എന്തൊക്കെ കയറ്റാവോ അതെല്ലാം കസേര കളിക്കകത്ത് അവൾ മൊത്തത്തിൽ കയറ്റി. ഉള്ള ഫ്രൂട്ട്സ് ക്യാരറ്റോ ഈ സമൂഹത്തിൽ ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടില്ലേ? ഓരോരോ സാമാനങ്ങൾ എന്തെല്ലാം കിഴ കയറ്റാവോ ആ കിഴകൾ മൊത്തം ഈ ഐമയിര് കയറ്റുന്നുണ്ട് കസേര കളിക്കകത്ത്, ജോൺസ് പായുമായിട്ടുള്ള കസേര കളിക്കകത്ത്. അപ്പം നീ പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഐമയിരിൻ്റെയോ അല്ലെ ഐമയിരിൻ്റെ മോളുടെയോ കൂട്ടി കൈയിടാം. ജോമോനോടാണ് പറയുന്നത്, നിനക്ക് കൈയിടാം. അപ്പം നിൻ്റെ ആ വിറച്ചിരിക്കുന്ന കൈ മിക്കവാറും അതിനകത്ത് കയറിയാൽ ഇറങ്ങി വരാത്ത രീതിയിൽ ആയിരിക്കും. നീ കൂത്താടതിനകത്ത് ഇട്ടിട്ട് നീ കൈ കയറ്റിയപ്പോൾ അത് കിണറ്റി കൈയിട്ട പോലെയാണ്. ഇവളുമാരുടെ അമ്മയുടെ മോളെ ചെന്ന് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് അതിന് ചാൻസ് കിട്ടിയേക്കും. കാരണം കൂത്തയുടെ ചാൻസ് കഴിഞ്ഞേ ഉള്ളൂ കൂത്ത അമ്മയ്ക്കും മോക്കും കൊച്ചുമോക്കും കൊടുക്കത്തുള്ളൂ. അപ്പം നീ അവിടെ വെയിറ്റ് ചെയ്യ്. നല്ല ടൈറ്റായിട്ടുള്ളത് ബോർഡതിനകത്ത് കയറ്റുമ്പോഴേലും നല്ല ടൈറ്റാകുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു കേട്ടോ. നിൻ്റെ കൈ കുറേ ടൈറ്റാകും. അപ്പം നീ ഒന്ന് തൃപ്തി അടയും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഐമയിരിൻ്റെ ഈ സാമാനങ്ങളെല്ലാം കസേരകളിക്കകത്ത് കണ്ട ആണുങ്ങളെല്ലാം സലീമിനെയോ ജോൺസ് പായയോ സലീമിനെ ഓടിച്ചെന്നൊക്കെയാണ് കേൾക്കുന്നത്. സലീമിൻ്റെ കയ്യിൽ ആവശ്യത്തിന് വാങ്ങിച്ചു കഴിഞ്ഞപ്പം സലീമിനെ അങ്ങ് ഓടിച്ചു എന്നാണ് ഞാൻ കേൾക്കുന്നത്. അപ്പം ജോൺസ് പാ കോൺട്രാക്റ്റ് മൊത്തത്തിൽ ഏറ്റെടുത്ത് 24 മണിക്കൂറും കസേര കളിയും 24 മണിക്കൂറിനകത്ത് കസേര കളി കഴിയുമ്പോൾ നമുക്ക് ലൈവ് ഇടാമെന്ന് പറഞ്ഞ് ലൈവിൽ വന്നിരുന്നിട്ട് അവന് കാറിനകത്തിരുന്ന് അവൻ്റെ സാമാനം മൂപ്പിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ സാമാനം മൂത്ത് വരുമ്പം പറയും ലൈവ് നിർത്തി കസേര കളിക്കാം.
അപ്പുറത്ത് എന്ന് പറയുന്നുണ്ട്. ഇത്രയൊക്കെ സംഭവങ്ങൾ ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്നുള്ളൂ. ഒന്നും അറിയാത്ത കുറേ പാവങ്ങൾ പോയിരുന്ന് കസേര കളി കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത് ഇതാണ്. ഐമേരിൻ്റെ ലൈവുകളുടെ പിന്നിൽ നടക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള സംഭവമാണ്. നിങ്ങൾ ഇന്നലെ എന്തുവാ ഇവളുടെ അപൂർവ ചാനലിനകത്ത് നടന്ന ആ ഒരു ലൈവിൻ്റെ കട്ടിങ് ഒന്ന് കേട്ട് നോക്ക്. ആ കട്ടിങ്ങിനകത്ത് കിടപ്പുണ്ട്. എന്തോ അവൾ പിന്നിലാണ്. ആ ജോമൈരനെ റീത്താമ്മയുടെ ബൂറ്റി കൈയിട്ടുണ്ട്. ഇങ്ങനെ കിണറ്റിനകത്ത് കൈയിട്ടിങ്ങനെ തൈരും കലത്തിനകത്ത് കൈയിട്ട് ഇളകുന്ന പോലെ റീത്താമ്മയുടെ പൂറ്റിൽ കൈയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ വേറൊരു പരിപാടി അവിടെ നടക്കുന്നുണ്ട്. ഐമേരിൻ്റെ അവിടെ കസേരകൾ. നിങ്ങൾ ആ കസേര തടിക്കസേര എല്ലാം കൂടെ കിടന്ന് കിടുങ്ങുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്തൊരു സൗണ്ടാടി കസേര കളിക്ക് പോലും ഇങ്ങനെയൊക്കെ സൗണ്ട് വരുന്നത് എന്തുവാടി? ഈ ജോൺസ് അവൻ്റെ വീട്ടിലിരുന്നോണ്ടല്ലേ ഓടി നിന്നെ കസേര കളിച്ച് കാണിക്കുന്നത്. നീ എന്തുവാടി ഈ സൗണ്ട് ഇത്രയും ഇതായിട്ട് വരുന്നത്? പുറവശത്തിരുന്ന് അവൾ ഇരുട്ടത്തിരുന്നുകൊണ്ട് അവൾ അവിടെ കസേര കളിക്കുക ജോമേരിനുമായിട്ട്. അതോ ചളീമുമായിട്ടായിരുന്നു. ഇന്നലെ എനിക്ക് തോന്നുന്നു ജോമേരിന് ഇച്ചിരി ജോൺസ് പായ്ക്ക് ഇച്ചിരി ഇതൊക്കെയായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട്. നീ എന്തിനാടി ഈ ചളീമിനെ വിളിക്കുന്നതെന്നും ചോദിച്ചുകൊണ്ട് അതിൻ്റെ വെറുപ്പിൽ ആദ്യം കളിച്ചത് ഞാനാടാ. ചളീമ് പറയും ആദ്യം കളിച്ചത് ആദ്യം കസേര കളി കളിച്ചത് ഞാനാടാ, നീ പോടാ മൈരേന്നും പറഞ്ഞുകൊണ്ട് അവൻ പോയി പിന്നിൽ കിടന്ന് കസേര കളിക്കുന്നതാണോ? നീ ഉറങ്ങിപ്പോയതാണോ? കാരണം കുറേ നാളുകളിൽ നിൻ്റെ കയ്യിൽ കസേര കളി കളിച്ചിട്ട് ഇന്നലെ സലീമിൻ്റെ കയ്യിൽ കസേര കിട്ടിയപ്പോൾ സലീമിൻ്റെ കളിയുടെ ഊക്കമാണെന്ന് തോന്നുന്നു ഇന്നലത്തെ ആ തടിക്കസേരകൾ തമ്മിൽ കൂട്ടിയടിക്കുന്ന സൗണ്ട്. നിങ്ങളാരും കേട്ടിട്ടില്ലെങ്കിൽ ആ സൗണ്ട് ഞാൻ ഇടുന്നുണ്ട്. ആ സൗണ്ട് തന്നെ ഞാൻ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കസേര കളിച്ച് റീത്താമ്മയുടെ ബൂറ്റിൽ പിന്നെ ആരാ നമ്മുടെ ജോമൈരന് കുളത്തിൽ കൈയിട്ട ഫീലിങ്ങിലിരുന്നിട്ട് വിറച്ച് അവൻ്റെ സംസാരം കേൾക്കണം. എന്നാ ഒരു വിറപ്പാടാ കിടപൊങ്ങാത്തതായോളി. എന്നാ ഒരു വിറച്ചാടാ നീ സംസാരിക്കും. നീ കിടപൊങ്ങാത്ത നിൻ്റെ ഫ്രസ്ട്രേഷൻ മൊത്തം നീ ഒറ്റ ഒരു പൂറ്റിലേ കൈയിട്ടിട്ടുള്ളൂ ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നീ റീത്താമ്മയുടെ പൂറ്റിൽ ഇമാജിൻ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ നീ ഒറ്റ പൂറ്റി കൈയിട്ടിട്ടുണ്ട്. അത് നിൻ്റെ അമ്മയുടെ കൂറാണ്. നാട്ടുകാർ മൊത്തം കയറി ഇറങ്ങി ആ പൂറ്റിലാണ് നീ കൈയിട്ടേക്കുന്നത്. ആ പൂറ്റി കൈയിട്ടാണ് നീ കളി പഠിച്ചത്. പിന്നെ ജീവിതത്തിലൊരു പൂറ്റി കൈയിടാൻ എന്തുവാന്ന് പോലും നിനക്കറിയത്തില്ല. മനസ്സിലായോ? നീ നിൻ്റെ അമ്മയുടെ പൂറ്റി കൈയിട്ട് ആ ഒരു ഇമാജിൻ വെച്ചുകൊണ്ടാണ് നീ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ പൂറിനെ കാണുന്നത്. അത് നിൻ്റെ അമ്മയുടെ ആ ഒരു കൈയിടിയിലേ ഉള്ളൂ നിൻ്റെ ജീവിതത്തിൽ നിനക്ക് ഓർക്കാൻ. അപ്പോൾ അതാണ് നീ മറ്റ് പെണ്ണുങ്ങളെല്ലാം കാണുമ്പോൾ നീ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ, നീ റീത്താമ്മയുടെ പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ റീത്താമ്മ അങ്ങോട്ട് ഐമേരിനെ തല്ലും. ഐമേര് കുറച്ച് കഴിയുമ്പോൾ മോളെ തല്ലും. അപ്പം നീ കറക്റ്റായിട്ടുള്ളത് കിട്ടുമായിരിക്കും. കറക്റ്റായിട്ടുള്ള നിൻ്റെ ആ കൈയുടെ ടൈറ്റിൽ കയറി ഇറങ്ങാനുള്ളതെല്ലാം കിട്ടുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടാ. അല്ലാതെ ഇതിനൊക്കെ നമ്മൾ എന്തുവാ പറയണ്ടേ? എടാ പൊലയാടി മനെ, നീയൊക്കെ വന്നിരുന്ന് ഇതുപോലുള്ള അപരാധം പറയാം. അതിൻ്റെ അക്കറത്ത് അപരാധം പറയാൻ നമുക്കറിയാം. പോട്ടെന്ന് വെച്ചിട്ടാണ് സമൂഹത്തിന് മുന്നിൽ സ്ത്രീകളെ അപമാനിക്കുന്ന പൂറി മോനെ നിൻ്റെ വെണ്ട ചെത്തിക്കളയും. ആ ചുണ്ണാമണി പോലെ ഇരിക്കുന്ന വെണ്ട ഉണ്ടല്ലോടാ, നിന്നെ നേരി കണ്ടു കഴിഞ്ഞാൽ ചെത്തിക്കളയും. പെൺപിള്ളേർ വരുന്നിടത്ത് വെച്ച് കാണണ്ടെന്ന് വിചാരിക്കും. പക്ഷേ ഐമേരിന് അങ്ങനല്ല. ഐമേരിന് ഇതുകൊണ്ട് പ്രയോജനമാണ്. റീത്തായുടെ പൂറ്റിലടിച്ചായിട്ടാണേലും അവൾക്ക് 10 പൈസ കിട്ടിയാൽ മതി. അമേരിക്കൻ പണം നിൻ്റെ കയ്യിലിരിക്കുന്ന ഈ അമേരിക്കൻ പണം കിട്ടിയാൽ മതി എന്നാണ് അവിടെ വിചാരം. അങ്ങനെ അവൾക്ക് ഈ ഡോക്ടർ മോളെ പഠിപ്പിക്കണം. ഇവളുടെ ഈ കൂത്താമ്മയുടെ ഈ ജീവിത ചരിത്രം അയൽവക്കത്തുള്ള ആണുങ്ങളെല്ലാം പിടിച്ചു വെച്ച് അവരുടെ പണം വാങ്ങി പൂറ്റി കൈയിടാൻ കൊടുത്ത റീത്താമ്മ, ഈ റീത്താമ്മയാണ് ഇങ്ങനെ എന്താ പറയണ്ടേ, ഈ റീത്താമ്മയുടെ പ്രവൃത്തി കൊണ്ടാണ് ഈ മോളിങ്ങനെ ആയിപ്പോയത്. അവൾക്ക് മോക്ക് കൊണ്ടുവന്നൊരു ഷൊണ്ണനെ കിട്ടി. അവൻ്റെ ആ ചുണ്ണിയുടെ അളവ് നോക്കിയപ്പം ഇവൾ എവിടെയോ ആരുടെയോ ചുണ്ണി കണ്ടിട്ടുണ്ട്.
ഇവൾ ആരുടെയും ചുണ്ണി കണ്ടിട്ടുണ്ട്, ഒറിജിനൽ ഒരു ചുണ്ണി ഇവൾ കണ്ടിട്ടുണ്ട്. ആ ചുണ്ണിയുടെ അത്രയും വലിപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവൾ ആണൊരുത്തൻ്റെ ഒരു സാമാനം ഇവൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സാമാനം ശംജിത്തിന് എന്തും അവനില്ല. അതാണ് അവൾ കണ്ട ആണുങ്ങളുടെ എല്ലാം ചുണ്ണിയുടെ അളവെടുത്തുകൊണ്ട് ഫിറ്റാവുന്നോ എന്ന് നോക്കി നടക്കുന്നത്. ഇപ്പോൾ അവൾക്ക് ഏതാണ്ട് ഒരു ഫിറ്റായിട്ട് തോന്നുന്നത് നമ്മുടെ ജോൺസ്പായുടെ അതാണ്. കസേര കളിയിൽ ഇങ്ങനെ എടുക്കുന്നത്. വല്ലപ്പോഴും കോട്ടയത്ത് വല്ലപ്പോഴും കോഴിക്കോടിന് പോകുന്ന 3-4 ദിവസം നിർത്തി അവൻ എൻ്റെ പെണ്ണെന്നൊക്കെ കോഴിക്കോട് 4 ദിവസം രാത്രിയിലുണ്ടാക്കി അവൻ എൻ്റെ പെണ്ണെന്നൊക്കെ കരസ്ഥമാക്കി വെച്ചേക്കുക. അപ്പം വേറെ ആരും അതിനകത്തോട്ട് കൈ കടത്താനോ കൈ ഇടാനോ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ്റെ ആ ഉശിരി കണ്ടിട്ട് നമ്മുടെ പോൺസ്പായുടെ ആ ഒരു കാര്യത്തിലേലും അവനൊരു പോൺസ്പായ്ക്ക് ഒരു ഉശിരി വേണ്ടേ. ഞാൻ കൈയിട്ട് അല്ലെങ്കിൽ ഞാൻ കസേര കളിക്കുന്ന ഇടമാണ്, ആ കസേര കളിക്കുന്ന ഇടത്ത് ഞാൻ ആരെയും കേട്ടു. പക്ഷേ എടാ പോൺസ്പാ, നിൻ്റെ ധാരണ തെറ്റി. ഇന്നലെ രാത്രി മൊത്തം ആ ചളിയുമായിരുന്നു അതിനകത്ത് കളിച്ചത്, മനസ്സിലായില്ല. നീ ഇന്നലെ ആ ലൈവിനകത്ത് കണ്ടിരുന്നിട്ട് സളീമിനെ എന്തോ പറഞ്ഞു എന്ന് ഇങ്ങനെ പറയുന്നു. സളീമുമായിട്ട് കൂട്ടുകൂടിയത് എന്തിനാണെന്ന് ചോദിച്ചു. ഒരു വോയിസ് ഞാൻ കേട്ടോ, ഫുള്ളായിട്ട് എനിക്കറിയത്തില്ല, ഒരു വോയിസ് ഞാൻ കേട്ടു. പോൺസ്പായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ചളീമിനെ വിളിക്കുന്നത് എന്തിനാണ്, ചളീമിനുമായിട്ട് കൂട്ടുകൂടിയത് എന്തിനാണെന്നൊക്കെ പോൺസ്പ അവിടെ ഇരുന്ന് ചോദിക്കുന്നു എന്നൊരു വോയിസ് ക്ലിപ്പ് ഞാൻ കേട്ടു. അതുകൊണ്ട് ഞാൻ പറയാം, നീ ആ ചോദിച്ചപ്പോൾ സളീമ ഭയങ്കര വിശമുത്തിട്ട് എന്താ ചെയ്തെന്നറിയാമോ? ഞാനടാ ആദ്യം അവളെ അയിമയെന്നെ യൂട്യൂബിൽ വന്നപ്പോൾ ആദ്യം ഞാനടാ കസേര കളിച്ചത്. ആ കസേര കളിച്ച അത് കഴിഞ്ഞാടാ നീയൊക്കെ നിക്കി പിക്കി മക്കി ആയിട്ട് നീ വന്നേക്കുന്നത്. ഞാനാണ് ആദ്യത്തെ സ്റ്റാർട്ടിങ് കളി പഠിപ്പീരുകാരൻ. അതുകൊണ്ട് ഞാൻ ഇന്നൊന്ന് കളിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പിന്നിൽ നിന്ന് ഭയങ്കര കളിയാണ്. കസേര കളിയുടെ ഐമയിലിൻ്റെ ആണിൻ്റെ പെണ്ണിൻ്റെ ശക്തി അവളെ കണ്ടില്ലേ? രണ്ട് പേരുടെയും കൂടെ ആ ഒരാണിൻ്റെയും പെണ്ണിൻ്റെ മോന്തയല്ലേ അവൾക്ക്, ട്രാൻസ്ജെൻഡറിൻ്റെ ആ ഒരു ഇതിൽ അവൾ നിന്നിട്ട് എന്താ ഒരു കസേരയുടെ അനക്കത്തിൻ്റെ സൗണ്ട്. ഭയങ്കര കസേര കളി അവിടെ നടക്കുന്നുണ്ട് പിന്നാമ്പുറത്ത്. അത് നീയാണെന്ന് തോന്നുന്നില്ല ജോൺസ്ല. അത് സത്യത്തിൽ അത് ചളീമ് തന്നെയാണ്, അല്ലാതെ വേറെ ആരുമില്ല. അത്ര കൊണ്ട് സൗണ്ട് കേൾക്കണമെങ്കിൽ ചളീമ് തന്നെ. ചളീമിന് നിന്നോടുള്ള വാശിക്ക്, നീ ഇന്നലെ എന്തോ ലൈവിൽ പറഞ്ഞതിൻ്റെ വാശിക്ക് അവൻ ഏൽപ്പിച്ച് കൊടുക്കുന്നുണ്ട്. മൈമയിൽ പിന്നിലിരുന്ന് ഭയങ്കരമായിട്ടത് എൻജോയ് ചെയ്ത് ആസ്വദിച്ച് കസേര കളിക്കുന്നുണ്ട്. മോളപ്പുറത്ത് വീഡിയോ പിടിക്കുന്നുണ്ട് അമ്മയുടെ കസേര കളി. മോളപ്പുറത്ത് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ കൊണ്ടിട്ട്, അതൊക്കെ ഓരോ സൈറ്റുകളിൽ കൊണ്ടിട്ട് ഫേക്ക് ഉണ്ടാക്കി ഓരോ സൈറ്റുകളിൽ കൊണ്ടിട്ടിട്ട് വേണം. ഇരുട്ടത്തിരുന്ന് കളിക്കുന്നത് കണ്ട് ആരെങ്കിലും അറിയുമോ അയിമയിലാണെന്ന് അറിയുമോ? അറിയത്തില്ല. ആ മോള് ഭയങ്കര മിടുക്കിയാണ്, ഡോക്ടറേറ്റിന് പഠിക്കുന്ന മോളല്ലേ. അവൾ സൈറ്റുകൾ കണ്ടെത്തും. അത് കൊണ്ടിട്ട് അമ്മയാണെന്നുള്ളത് ഇരുട്ടത്തുള്ളത് ആരും അറിയത്തില്ലെന്ന് ബുദ്ധിമതിയായിട്ടുള്ള മോക്കറിയാം. അത് കൊണ്ടുവന്ന് സൈറ്റിനകത്ത് കൊണ്ടിടും. ആ സൈറ്റിനകത്ത് നിന്ന് ഇവക്കൊക്കെ കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവൾ ഈ മോളെ ഡോക്ടറേറ്റ് പഠിപ്പിക്കാൻ ഒരുങ്ങുന്നത്, മനസ്സിലായോ? അല്ലാതെ ആ ഷെംജിത്ത് എന്ന് പറയുന്ന ആ ഒരു മണവണാഞ്ചൻ ഇവളെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ അയാളുടെ കുടുംബക്കാർക്ക് ഇവളെ പഠിപ്പിക്കാനോ ഉള്ള ശേഷിയൊന്നും ഇല്ല. അമ്മയും മോളും ഇങ്ങനെ അപരാധിച്ചാണ് ജീവിക്കുന്നത്. അപ്പം ഈ അപരാധിച്ച് ഈ പാലത്തിൻ്റെ കീഴിൽ പോയി മുട്ടുകുത്തി നിന്ന് കഴിഞ്ഞാൽ പിച്ചക്കാർ കൊടുക്കുന്ന 10 50 അല്ലെങ്കിൽ 100 കൊണ്ട് എന്തോ ആകാനാ? അത് ഫുഡ് അടിക്കാൻ തികയത്തില്ല. അവിടെ വീട്ടിലെ പട്ടികൾക്ക് ഫുഡ് കൊടുക്കാൻ പോലും തികയത്തില്ല. അപ്പോൾ ഡോക്ടറേറ്റിന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള അപരാധിത്തരങ്ങൾ കാണിച്ച് സൈറ്റുകളിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇവക്കൊക്കെ ജീവിക്കാനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രയത്നത്തിലാണ് അവിടെ മോള് അമ്മയെ കസേര കളിക്കാൻ നിർബന്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. പോൺസ്പായെങ്കിൽ പോൺസ്പായുമായിട്ട് കളിക്കുക അമ്മീ, അല്ലെന്നുണ്ടെങ്കിൽ സലീമുമായിട്ട് കളിക്കമ്മീ, ആരെങ്കിലും കളിക്കമ്മീ. ഇനി റീത്തായ്ക്ക് കൈയിടുന്നത്, റീത്തയുടെ വീട്ടിൽ ഈ ജോമയിലും കൈയിടുന്ന, കുളത്തിൽ കൈയിടുന്ന ആ ഒരു ഷൂട്ട് ചെയ്ത് അവൾ CC ക്യാമറ വല്ലതും വെച്ചിട്ടുണ്ടോ എന്നും അറിയത്തില്ല. ഇതെല്ലാം വിറ്റ് കാശാക്കും മോള്. ഈ അയിമയിരിൻ്റെ മോൾ അതിനവൾ മിടുക്കിയാണ്. മൊത്തത്തിൽ അമ്മൂമ്മയൊക്കെ വിറ്റ് കാശാക്കും. എന്നിട്ട് അവൾ ഡോക്ടറേറ്റ് പഠിക്കും. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കാണാം ഇതെല്ലാം സമൂഹത്തിൻ്റെ മുന്നിൽ തെളിഞ്ഞു വരും ഈ സംഭവങ്ങളെല്ലാം. അപ്പം റീത്ത എന്ന് പറയുന്ന ആ കൂത്തീസ് ജീവനെ എന്താ പറയണ്ടേ, നിൻ്റെ മോള് ചെയ്യുന്ന ആ ഒരു ഇതിന് നിൻ്റെ കുടുംബം അനുഭവിക്കും, അല്ലാതെ നാട്ടുകാരും അനുഭവിക്കുന്നില്ല. അതിന് നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർക്കൊന്നും ദൈവം കൊടുക്കത്തില്ല. നിൻ്റെ വീട്ടിൽ തന്നെ കിട്ടും വേണ്ടുന്നതല്ല.